പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പത്രികയും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ സ്വർണത്തിന്റെ മൂല്യം കൃത്യമായി കാണിച്ചിട്ടില്ല, ഒപ്പം തന്നെ വാഹനവുമായി ബന്ധപ്പെട്ടൊരു പെനൽറ്റി അതിന്റെ കണക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുള്ള പരാതി, അതിന്മേലാണ് പത്രിക മാറ്റിവെച്ചത് എന്ന വിവരം വന്നത്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിപിൻ സി വിജയനുണ്ട്. വിപിൻ, എന്താണ് വി ഡി സതീശന്റെ പത്രികയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പരാതി? അതിലൊക്കെയുള്ള തീരുമാനം എപ്പോഴുണ്ടാകും? അനുജ, പ്രധാനപ്പെട്ട നേതാക്കളുടെ നാമനിർദ്ദേശ പത്രികയിലെ സൂക്ഷ്മ പരിശോധനാ സമയത്താണ് അതിനെതിരെ വന്നിട്ടുള്ള പരാതികൾ കൂടുതലായി ഇപ്പോൾ ഉന്നയിക്കുന്നതും ഒപ്പം തന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും മാറ്റിവെക്കുന്നതും. അങ്ങനെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം പറവൂരിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെതിരെ 3 പ്രധാനപ്പെട്ട പരാതികളാണ് LDF സ്ഥാനാർത്ഥി E.T. ടൈസൺ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വരുമാനം ഇതിൽ ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിക്കുള്ള ഒരു സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്നുള്ളത്, ഈ സ്വർണത്തിന്റെ മൂല്യം അത് വളരെ കുറച്ച് കാണിച്ചു എന്നുള്ളത് രണ്ടാമത്തത്. മറ്റൊന്നുള്ളത്, അദ്ദേഹത്തിന്റെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് പിഴകളുണ്ട്, പക്ഷേ ആ പിഴ ഒടുക്കിയതായി കാണുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരണാധികാരി പറഞ്ഞിരിക്കുന്നത് 2 കൂട്ടരോടും അവരുടെ വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് പരാതി എന്നുള്ളതും എന്താണ് അതിനുള്ളൊരു മറുപടി എന്നുള്ളതും എഴുതി നൽകാനാണ്. അങ്ങനെ എഴുതി നൽകിയതിനു ശേഷം ഇന്ന് 3 മണിക്ക് അത് പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നമുക്കറിയാൻ സാധിക്കും ഈ പത്രിക ഉൾക്കൊള്ളുന്നുണ്ടോ അതോ തള്ളുകയാണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ അത് നിർണായകമാണ്. മറ്റൊന്നുള്ളത് ഗുരുവായൂരിലെ കാര്യമാണ്. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള B. ഗോപാലകൃഷ്ണനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ പരാമർശങ്ങളും അതിൽ കേസെടുക്കുകയും ഉണ്ടായിരുന്നു. ആ വർഗീയ പരാമർശത്തിൽ കേസെടുത്തു എന്നുണ്ടെങ്കിലും ഇപ്പോൾ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്. പത്രിക സ്വീകരിക്കാനായി വരണാധികാരി പറഞ്ഞിരിക്കുന്നത് ഇതിൽ കേസെടുത്തിട്ടുണ്ട്, പക്ഷേ ശിക്ഷ വിധിച്ചിട്ടില്ല. അതിപ്പോഴും കോടതി നടപടികളിൽ മാത്രമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് തള്ളേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആ പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. B. ഗോപാലകൃഷ്ണന്റെ NDA സ്ഥാനാർത്ഥിയുടെ പത്രിക ഗുരുവായൂരിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, കുട്ടനാട്ടിലേക്ക് വന്നാൽ കുട്ടനാട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള റെജി ചെറിയാന്റെ പത്രികയും സമാനമായ രീതിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ LDF സ്ഥാനാർത്ഥി പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് നാളെ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.